ഇവിടെ കുറച്ച് ചെടികൾ വാങ്ങിക്കാൻ വന്ന ഗൈസ്. പക്ഷേ ഒരു സാധനം കാണിച്ചു തരാം, എനിക്ക് പേടിയാവുന്നു. അയ്യോ നോക്കൂ ചായ ഗൈസ്, ആമാ. അയ്യോ നമ്മൾ കുട്ടികളെ കൊണ്ടുവരണ്ടായിരുന്നല്ലോ. ഇച്ചാൻ്റെ ഫ്രണ്ടിൽ പോയി വീഡിയോ എടുക്കാതെ. ഓക്കെ വാ, എനിക്ക് പേടിയാണ്. ഇനി ഇതുപോലെ എന്തെങ്കിലും ഇതിനകത്ത് കാണുമെന്ന് അറിയത്തില്ല. വാ വാ. പക്ഷെ എനിക്ക് പേടിയാണ്. ഇവിടെ ഒരു ജിറാഫ് ഉണ്ട്, ജീവനില്ല ഗൈസ്. പേടിച്ച് ഞാൻ അകത്തോട്ട് പോവുകയാണ്. നമുക്കിപ്പോൾ എന്ത് വാങ്ങിക്കണ്ടേ ഗൈസ്? ഞങ്ങൾ സത്യം പറഞ്ഞാൽ എയർ പ്ലാന്റ്സ് നോക്കിയാൽ വന്നതോ. അതൊക്കെ എയർ പ്ലാന്റ് ആണെന്ന് തോന്നുന്നല്ലേ. കാറ്റ്കസ് കളക്ഷൻസ്. ഇവിടെ എത്രയും കാറ്റ്കസ് കളക്ഷൻസ് ആണ്. പക്ഷെ ഇതൊക്കെ വീട്ടിൽ കൊണ്ട് വെച്ച സീനാ. കാരണം അവർ കുട്ടികൾ ഇത് നമ്മുടെ അലോവേറ അല്ലേ ഇത്? അല്ലെന്ന് തോന്നുന്നു കേട്ടോ. കാരണം ഇതിൻ്റെ സൈഡ് മുള്ളൊന്നുമില്ല. ഇത് അലോവേറ ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഇവിടെ ഇപ്പോൾ കാറ്റ്കസ് കറ്റാർവാഴ ഗൈസ്. കറ്റാർവാഴ ഒന്നിൻ്റെ വില കണ്ടോ? $12.99 ഒരു കറ്റാർവാഴയുടെ വില. ഇതൊക്കെ മുള്ളാണ് ഗൈസ്. നമ്മൾ വീട്ടിൽ കൊണ്ടുവച്ച സീന. അതുകൊണ്ട് നമുക്ക് ഈ ഭാഗത്തോട്ടൊന്നും വരണ്ട. കമോൺ. ഇതൊക്കെ കണ്ടയച്ചായ നമ്മുടെ നാട്ടിലെ ചക്കയുടെ ഇലയൊക്കെ പോലെ ഇരിപ്പുണ്ടല്ലേ. ചക്കയാണോ നീ? ഇത് എന്തുവാ? എന്താണെന്ന് അറിയൂടാ. ബട്ട് $179 ആണെന്ന് തോന്നുന്നു. ഇത് കണ്ടാ? ഇത് നമ്മുടെ മറ്റേ തെച്ചിപ്പൂവാ. അതുപോലെ ഇരിപ്പുണ്ടല്ലേ. തേന കുടിക്കില്ലേ ഇങ്ങനെ, അതുപോലെ ഇരിപ്പുണ്ട്. അതാണോന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഇതൊക്കെ അറിയാമല്ലോ നമ്മുടെ. ഇത് കൊള്ളാല്ലേ. ഇതിൻ്റെ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഈ വൈറ്റിൻ്റെ നമ്മുടെ ഫേക്ക് പ്ലാന്റ് നമ്മുടെ വീട്ടിലുണ്ട്. ഇത് $24 ആണിത്. പക്ഷെ ഇതൊക്കെ എത്രത്തോളം ലാസ്റ്റ് ചെയ്യുമെന്ന് അറിയത്തില്ല. കൊള്ളാം, ഇവിടെയൊക്കെ കൊള്ളാം. റോസ്. പക്ഷേ 2 for $10. ഓക്കെ, ഇത് 2 for $10 ആണ്. നമുക്കിത് വാങ്ങിയാലോ? കാർട്ട് എടുക്കാം. ഓക്കെ, 2 for $10 ആണ്. അപ്പോൾ ഏത് കളർ വാങ്ങിക്കാം? ഏത് കളർ എടുക്കാം ചായ? പിങ്ക് എടുക്കാം അല്ലേ? ഒരു പിങ്ക് എടുക്കാം. പിന്നെ ഏതാ? ഒരു റെഡാണ് വേണോ വൈറ്റ് ആണോ? റെഡാ. 2 വേണ്ട, 1 മതി. 2 മതി. ഓക്കെ, 2 for $10 ആണെങ്കിൽ 1 ആണെങ്കിൽ $5. ഓക്കെ, ഇതൊക്കെ പക്ഷേ നമ്മൾ വീട്ടിൽ കൊണ്ട് ഇങ്ങനെ തന്നെ വെച്ചാൽ ചിലപ്പോൾ ചീത്തയായി പോകും. നമ്മൾ നല്ല കെയർ ഇതിന് കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് 2 എടുത്തു. ഇത് നാട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്. സൂപ്പർ അല്ലേ? ഇതൊക്കെ എത്ര $? $7 ഈച്ച്. ഒന്നെടുക്കട്ടെ. ഏതെടുക്കാം? പിങ്ക് എടുക്കട്ടെ. ഇത് എന്ത് പൂവാ? എന്താണിത്? എന്തോ വയലറ്റാ. യെല്ലോ എടുക്കാം അല്ലേ? കാരണം നമ്മുടെ അടുത്ത് റെഡും പിങ്കും നമ്മൾ റോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു യെല്ലോ എടുക്കാം. കൊള്ളാം, നല്ല രസമുണ്ട്. ഓക്കെ, പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ അന്ന് വന്നപ്പോൾ ഇവിടെ മുളക് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. മുളക് ചെടി. നമ്മുടെ ചെമ്പരത്തി പൂ. വാവ് ഗൈസ്, നമ്മുടെ ചെമ്പരത്തി. ഇത് എത്ര $? ആയിച്ചായ മച്ചി പൊക്കാൻ വയ്യ. പക്ഷെ ഇതിന് എത്രയാ? പക്ഷെ ഇത് നല്ലതായിട്ടുണ്ട്, നല്ല രസമുണ്ട് ചായ. അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അല്ല, അത് ഇതിനാ. ഇതിപ്പോൾ എങ്ങനെ ഇതിൻ്റെ റേറ്റ് അറിയുന്ന ഗൈസ്? അത് ചോദിച്ചായിരുന്നു ഗൈസ്. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ ചീര പോലെ ഇരിപ്പുണ്ട്. ചീരയാണോ?
ഗൈസ് നമ്മുടെ ചെമ്പരത്തിയുടെ റേറ്റ് ചോദിച്ചു. അപ്പോൾ അവർ പറയുന്നത് അത് തണുപ്പ് വരുമ്പോൾ നമ്മൾ ഇൻസൈഡ് തന്നെ കീപ്പ് ചെയ്യണോ. അപ്പോൾ അത് നമ്മുടെ വീട്ടിൽ അത് നടക്കത്തില്ല. അതുകൊണ്ട് ഞങ്ങളത് ഡ്രോപ്പ് ഓഫ് ചെയ്തു. ഓക്കെ. ബട്ട് ഗൈസ് ഇവിടെ കുറേ നമുക്ക് ചെടിയൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും കേട്ടോ ഗൈസ്. നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് നല്ലപോലെ കെയർ ചെയ്യണം. ഇത് ഫേക്ക് ആയിരിക്കും അല്ലേ? ദിസ് ഇസ് ഫേക്ക്. ഈ ഡ്രസ്സ് ഇട്ട് നല്ല വയറ് തോന്നിക്കുന്നുണ്ടല്ലേ? കുഴപ്പമില്ല ഗൈസ്, ഞാൻ കുറയ്ക്കാം. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഈ വഴിയരികത്തൊക്കെ വേണ്ടാതെ കിടക്കുന്നതാട്ടോ. എവിടെ എടുത്ത് വെച്ചേക്കും അവർ. ഗൈസ് ഇതിനകത്ത് കുറേ ബേർഡ്സ് ഉണ്ട് ഗൈസ്. ഹായ്. പിന്നെ അവിടെ ഒരു അമ്മച്ചി തത്തയുണ്ട് കേട്ടോ. അത് കിടന്ന് എന്തൊക്കെയോ സംസാരിക്കും. പക്ഷെ തീരെ വയസ്സായ സാധനമാണ്. ഭയങ്കര അമ്മച്ചിമാരെ പോലെ തന്നെ അത് സംസാരിക്കും. നമ്മളെന്തെങ്കിലും പറയാം ഇംഗ്ലീഷിൽ ഹായൊക്കെ പറയും. അപ്പം അതവിടെ ഉണ്ട്. പിന്നെ ഇതിവിടെ കുറേ ബേർഡ്സൊക്കെ ഉണ്ട്, നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. ഞങ്ങളുടെ വീട്ടിൽ ബേർഡ്സ് വാങ്ങിക്കാൻ എനിക്ക് ഇഷ്ടമല്ല ഗൈസ്. ബിക്കോസ് ബേർഡ്സിന് ഇഷ്ടമല്ല എന്നല്ല, എനിക്ക് വീട്ടിലത് വളർത്തുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് അത് നമുക്ക് വേണ്ട. പിന്നെ ഇവിടെ കുറേ വെറൈറ്റി ഇതൊക്കെ ഉണ്ട്. ഇത് മറ്റേ ആന്തോറിയോ അങ്ങനെ എന്തോ സാധനമല്ലേ? വാവ്. ഇവിടെ എന്തൊക്കെയോ ചെടികളൊക്കെ ഉണ്ട് ഗൈസ്. പക്ഷേ എനിക്ക് ഇത് എന്താണ് ഏതാണെന്നൊന്നും ഇതിൻ്റെ ABCD അറിയത്തില്ല. ഇച്ചാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇച്ചാൻ എടുക്കുന്നില്ല. മേ ബി വീഡിയോ കട്ടായി കഴിയുമ്പം എന്തെങ്കിലുമൊക്കെ പറക്കി എടുക്കും, ഉറപ്പാണ് ഗൈസ്. ഞാൻ പിന്നെ ജാസ്മിൻ തിരക്കിയിട്ടുണ്ടായിരുന്നു ഗൈസ്. നാട്ടിലെ മുല്ലച്ചെടികൾ, മുല്ലപ്പൂമ്പൊടി ഏറ്റ് കിടക്കും കല്ലിന് കൊണ്ടൊരു സൗരഭ്യം അങ്ങനെ എന്തോ പഠിച്ചിട്ടൊക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ. അപ്പോൾ ഇത് ഏതെങ്കിലും നമുക്ക് എടുക്കും. ഇത് എത്ര ഡോളറാണ് നോക്കട്ടെ. ഓക്കെ ഗൈസ്, $19.99 ഓരോ ഇതിന്. ഈച്ച് 19.99. പക്ഷെ ഇത് മുല്ലയല്ലാന്ന് തോന്നുന്നു അല്ലേ? ഇത് മുല്ലയാണോ? അതല്ലേ മുല്ല. ഓക്കെ ബാരക്കോ. മുല്ലപ്പൂ ഉണ്ട്. ഒരു മുല്ലച്ചെടി എടുത്തിട്ട് വേണം എനിക്ക് ഓണത്തിന് ഇതിനകത്തൊന്ന് മുല്ലപ്പൂ പറിച്ച് തലയിൽ വെച്ച് നടക്കാൻ. സാരി കൊടുത്തിട്ട് എടുക്കട്ടെ. പക്ഷെ ഇച്ചിരി വലുതെടുക്കുന്നതല്ലേ നല്ലത്. എന്തായാലും എല്ലാത്തിനും $19. കുറച്ചുകൂടെ വലുതെടുത്ത് നമുക്ക് കാണാനും ഒരു ഭയങ്കര. പക്ഷേ ഇതിനൊക്കെ വെയിറ്റ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് എൻ്റെ കയ്യിൽ. അമ്മേ. ഓക്കെ. പക്ഷേ ഇതൊക്കെ വാടി പോലും ഇല്ലേ ചായ? ഇതിൻ്റെ തണ്ടൊക്കെ നോക്കും ഫ്രഷ് ആണോ? വാടിയ പോലെ ഉണ്ട് ഗൈസ്. പക്ഷെ മേ ബി ഞാൻ ഈ മുല്ല മാറ്റും ഗൈസ്. എനിക്ക് ഇതിലൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ഇവിടെ എന്തൊക്കെയുണ്ട് ഗൈസ്. ഇത് എലിയാണോ? ബണ്ണി. അപ്പം മുയലല്ലേ? മുയലാണ് ഗൈസ്. ബണ്ണി. എനിക്ക് പേടിയാണ് ഗൈസ്. ഇച്ചായ എന്തായാലും നോക്കുന്നുണ്ട്, എനിക്ക് പേടിയാവുന്നു. പക്ഷെ ഗൈസ് പേടിക്കില്ല. പിന്തിരിഞ്ഞോടാൻ നടത്ത് അവർ ചിരിക്കുന്നു. ഭയപ്പെടുത്താൻ ഒരുപാട് പേരുണ്ടാകും. പിന്തിരിഞ്ഞോടാൻ നടങ്ങിയ ജീവിതകാലം മുഴുവൻ ഓടിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഏത് സാഹചര്യവും ധൈര്യമായിട്ട് മുമ്പോട്ട് പോകണം. ഹായ്. വായിക്കൊണ്ടടുത്ത് എനിക്ക് പേടി. എൻ്റെ ധൈര്യത്തിന് കൂടെയൊക്കെ ചായ. അതെല്ലാം കടിച്ച് പറിക്കുകയാണേ. ഇതൊക്കെ കമ്പിയാണോ? ഇപ്പോൾ ക്യാരറ്റ് കിടപ്പുണ്ട്, പോയി വെച്ചിട്ട് വാ. പാവം നമ്മളോട് വരണമെന്ന് തോന്നുന്നു. അതാ താഴെ ഷീറ്റൊക്കെ വിരിച്ചിട്ട് അവർ ഇരുത്തിയിട്ടുണ്ട്. അതെന്തോ കഴിക്കുന്നുണ്ട് കേട്ടോ. ഹായ്. ഒരു ബ്ലാക്കും ഒരു വൈറ്റും. ഗൈസ് ഫിഷ് കണ്ടോ? ഫിഷ് നല്ല മുഴുമുഴുത്ത കുതിര പോലത്തെ ഫിഷുകൾ നോക്കൂ ചായ. ഭയങ്കര വലിയ ഫിഷ് ഗൈസ്. അതിനൊരു സ്വിമ്മിംഗ് പൂളും കിട്ടി അതിൻ്റെ അകത്ത് കിടന്ന് അവർ നീരാടുകയാണ്. ബട്ട് ഇവിടെ താഴെ മുഴുവൻ നല്ല വെച്ചാണ്. അതുകൊണ്ട് നമ്മൾ കെയർഫുള്ളായിട്ട് വന്നില്ലെങ്കിൽ ചറുകി അടിച്ച് വീഴും. അവിടെയും കുറേ ചെടിയുണ്ട്. ഇപ്പം നമുക്ക് ആ ചെടിയാണ് വേണമെന്നുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യും? എൻ്റെ ചോദ്യം. അതുപോലെ ഇവിടെ എവിടെയെങ്കിലും കാണുന്നിടത്ത് തരുമായിരിക്കും. വായിച്ചായ. ഇതെന്താണെന്നറിയാം ഗൈസ്? വലിയൊരു സ്വിമ്മിംഗ് പൂളാണ് ഗൈസ്. ഇതിൻ്റെ വില ഞാൻ പറഞ്ഞുതരാം എത്രയാണെന്ന്. ഗൈസ് വെറും
$4999 ഗൈസ്. നമുക്ക് വീടൊക്കെ വയ്ക്കുമ്പം ഇതുപോലെ ഒന്ന് വാങ്ങിക്കാം ചുമ്മാ ഗൈസ്. ഇതൊക്കെ എന്തിന് നമ്മൾ പോകുമ്പോൾ ഒന്നും കൊണ്ടുപോയില്ല. ഇപ്പം നമ്മൾ പറയും ഒന്നും നമുക്ക് സ്വന്തമല്ല. നമുക്കൊന്നും സ്വന്തമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ആ സ്വന്തമില്ലാത്തതൊക്കെ ആഗ്രഹിക്കുന്നത്? ഇതാണ് നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ ദിവസം എന്ന് പറഞ്ഞ് ജീവിക്കണം ഗൈസ്. നാളെ എന്ന് പറയുന്നുള്ളൊരു പ്രതീക്ഷയാണ്. ഇത് എവിടെ നിന്നാണ് എനിക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞത് ആരെന്നറിയില്ല. പൈലോ കോയിലെയോ അങ്ങനെ ഒരാളുണ്ടല്ലോ, അത് പറഞ്ഞതാ. അപ്പം ഞാനിങ്ങനെ കുറേ മോട്ടിവേഷണൽ കോട്ട്സൊക്കെ എടുത്തിട്ടാണ് ലൈഫിൽ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. നമ്മുടെ അബ്ദുൽ കലാമിൻ്റെ പിന്നെ ഇതേപോലത്തെ നല്ല നല്ല മോട്ടിവേഷൻ കോട്ട്സൊക്കെ എനിക്ക് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആണ്. ഞാൻ അതൊക്കെ എടുത്തിട്ട് അത് വെച്ചിട്ടാണ് എൻ്റെ എന്തെങ്കിലുമൊക്കെ സാഡ്നെസ്സും എന്തെങ്കിലുമൊക്കെ സാഹചര്യമൊക്കെ വരുമ്പോൾ ഞാൻ അതൊക്കെ ഈ കോട്ട്സ് വെച്ചാൽ പറയണത്. നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് ലൈഫിൽ ജീവിക്കാൻ നല്ല എൻജോയ്മെൻ്റ് ആയിരിക്കും. മുളക് കിട്ടിയില്ല, മുളക്. ഞാൻ ഒരു പ്രത്യേകതരം പ്ലാന്റ്സിനെ കാണിച്ചു തരാം ഗൈസ്. ഇതെല്ലാം എയർ പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇതൊക്കെ വളരും, ബട്ട് വെള്ളമൊന്നും വേണ്ട. അത് വെറുതെ തനിയെ ഇതിലിരുന്ന് ഇത് വലുതാവുന്നതാണ് ഗൈസ്. കാരണം ഞാൻ സത്യം പറഞ്ഞാൽ ഇത് കണ്ടാൽ എനിക്കൊരു അത്ഭുതം പോലെ തോന്നിയേനെ. ബട്ട് നമ്മുടെ വീട്ടിൽ ശില്പ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ട് അത് വളർന്നു ഗൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ എയർ പ്ലാന്റ്. സത്യം പറഞ്ഞാൽ ഇത് തിരക്കി ഇച്ചാൻ ഇറങ്ങിയ, ബട്ട് എനിക്ക് ഇതിനോട് താല്പര്യമില്ല. ഇത് കുഞ്ഞു സാധനം, ഇതിനെ കൊണ്ട് എവിടെയെങ്കിലും വെച്ചാൽ അത് തനിയെ വളരും. അപ്പോൾ ഇതൊക്കെ വളർന്നതാണെന്ന് തോന്നുന്നു. കാരണം ശില്പ കൊണ്ട് വെച്ചതൊരു ചെറുതാണ്, അതിനകത്തുനിന്ന് ഇങ്ങനെ ഇതിലൊക്കെ വന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് എയർ പ്ലാന്റ്സ് ആണ് ഇതൊക്കെ. ബട്ട് ഇതൊരു വെറൈറ്റി സംഭവം അല്ലേ ഗൈസ്? ഹായ്, ബില്ല് ചെയ്യാൻ വന്നു ഗൈസ്. ഓക്കെ, ഇതിനിടയ്ക്ക് ഞാൻ ഒരു വൈറ്റ് റോസ് കൂടെ എടുത്തു. ഇതിന് പാവം ഇവിടെ നന്നായിട്ട് വെക്കുന്നതിനൊക്കെ വാങ്ങിച്ചിട്ട് ഇപ്പോൾ എന്താവും എന്ന് അറിയത്തില്ല ഗൈസ്. മുളക് ചെടിയൊന്നും കിട്ടിയില്ല. അപ്പോൾ പിന്നെ കിട്ടിയതും കൊണ്ട് ഞങ്ങൾ പോകുകയാണ്. 3 റോസും 1 ജാസ്മിനും വാങ്ങിച്ചിട്ട് ഇനി ഇത് വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ട് അവസാനം ഞാൻ ബൈ പറയാം.